ബലാലത്തിലായിരുന്നു, നാലിലായിരുന്നു എന്നർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലതാലിനെ നാലിൽ ഉൾപ്പെടുത്തരുതേനാണ്. ഇവൻ വ്യക്തമായ നാലിലായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? നിങ്ങൾ മറ്റേ ഭാഗം വിടരുത് കേട്ടോ, സുഹൃത്തിന്റെ ഭാഗം വിടരുത്. ഇവിടെ കരീനെ പറഞ്ഞില്ലേ, കരീൻ പറഞ്ഞു പറഞ്ഞില്ലേ? ഈ കരീനെ ശ്രദ്ധിക്കുക, കരീനെ രണ്ട് കരീനാണ് ഒരാൾക്കുണ്ടാകുക. ഒന്ന് മലക്കായിരിക്കും, മലക്ക് കരീനായ ആളെടുത്ത് ഷെയ്ത്താൻ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ കരീനാരായിരിക്കും? ഷെയ്ത്താനായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ കരീന് പറയുന്നത് ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടില്ല, മുമ്പേ അവൻ വഴികളിലായിരുന്നു അല്ലെ. പിന്നെ ഇവൻ എങ്ങനെ ഈ കരീനുണ്ടായത്? അപ്പൊ ശ്രദ്ധിക്കണം, ഇവൻ ഈ കരീൻ എങ്ങനെ, ഷെയ്ത്താൻ എങ്ങനെ കരീനായത്? ഇത് അതാണ് ഈ അടുത്ത ആയത്ത്, നമ്മൾ മറ്റേ ആയത്ത്, ഏത്? സുഹൃഫിലായത്ത്. ആ വായിക്കും. ദിക്റുർ റഹ്മാനിൽ നിന്ന് ആരെങ്കിലും അന്ധത നടിച്ചാൽ, ദിക്റുർ റഹ്മാൻ എന്താ? ഖുർആനാണ്. ഖുർആനിൽ അന്ധത നടിക്കുക പറഞ്ഞാൽ കണ്ണ് തുറന്നില്ല. ഖുർആനിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ചില്ല. ദിക്റുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അർ-റഹ്മാൻ അല്ലമൽ ദിക്റുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഖുർആനാണ്, പരമകാരുണികന്റെ ഉത്ബോധനം. അതിന് നേരെ ആരെങ്കിലും അന്ധത നടിച്ചാൽ, ബാക്കി വായിക്കി, നുഖയ്യിദ് ലഹു ശൈത്താൻ, നാം അവന് ഒരു ശൈത്താനിനെ ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ ലഹു കരീൻ, അവനായിരിക്കും അവന്റെ കരീൻ. സുബ്ഹാനല്ലാഹ്, ഇതാണ് തദബ്ബുർ. ഫഹുവ ലഹു കരീൻ, അവനായിരിക്കും അവന്റെ കരീൻ. അപ്പൊ ഇവൻ നരകത്തിൽ എത്താനുള്ള കാരണം എന്താണ്? ഇവൻ ഖുർആനിൽ നിന്ന് അകന്നതാണ്. ഖുർആനിൽ നിന്ന് അകന്നാൽ പിന്നെ അവന്റെ കരീൻ ശൈത്താനാണ്. അപ്പൊ ശൈത്താൻ കൈയൊഴിഞ്ഞ് പറയാണെന്ത്? ഞാൻ തെറ്റിച്ചിട്ടില്ല. അപ്പൊ ശൈത്താന്റെ പണി എന്തായിരിക്കും? മെയിൻ പണി എന്തായിരിക്കും? ഖുർആനിൽ നിന്ന് ആളുകളെ തടയാന്നുള്ളതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة نحن أولياؤكم في الدنيا والآخرة. മരണത്തോടു കൂടി പരലോകത്തേക്ക് കടക്കുകയാണ്. മരിപ്പിക്കാൻ വരുന്ന മലക്ക് പറയാണ്, മരിപ്പിക്കാൻ വരുന്ന മലക്ക് പറയാണ്, പേടിക്കണ്ട, ബേജാറാകണ്ട, സങ്കടപ്പെടണ്ട, ഞങ്ങളാണ് നിന്റെ മിത്രങ്ങൾ, ഈ ലോകത്തും പരലോക യാത്രയിൽ ഞങ്ങളാണ് മിത്രങ്ങൾ, ഇവിടെയും ഞാൻ. അപ്പൊ ദുനിയാവിൽ മലക്കിനെ മിത്രമാക്കിയ ആളുകൾക്ക് പരലോകത്തും മിത്രമാരായിരിക്കും? മലക്കളായിരിക്കും. അപ്പൊ മലക്കിന്റെ കൂടെ വരിക, മലക്കളായിരിക്കും അവൻ കരീൻ. അവൻ സ്വർഗത്തിലാണ്. നരകത്തിൽ എത്തിയ വ്യക്തിയുടെ കരീനാണ് പറയുന്നത്. ആ കരീൻ ഒഴിവാക്കണം. അതാണ് ഇവിടുന്ന് മനുഷ്യനെ കൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്യിപ്പിച്ച് ഖുർആനിൽ നിന്ന് അകന്ന ഒരു ജീവിതം നയിച്ച് അങ്ങനെ നരകത്തിന് മുന്നിലെത്തിയപ്പോൾ അവൻ കൈയൊഴിഞ്ഞു. ഞാനല്ല, മറിച്ച് അവൻ തന്നെയാണ് തെറ്റിയത്, വിദൂരമായി പോയത്. അവൻ്റെ വിദൂരമായ വഴികളിലായിരുന്നു. ആ വിദൂരമായ വഴികൾ ഏതാണ്? ഖുർആനിൽ നിന്ന് അകന്നതാണ്. കാരണം ഖുർആനിൽ നിന്ന് അകന്നപ്പോഴാണ് അവന് കരീൻ ആരായി മാറിയത്? ശൈത്താനായി. അതാണ് ഈ ആയത്ത്. അതാണ് ഈ ആയത്ത്. ഞാൻ ആ കരീന് പറഞ്ഞപ്പോൾ ആ കരീന ആരാണ് എന്ന്, ഇവൻ എങ്ങനെ ശൈത്താൻ കരീനായത് എന്ന് നമുക്ക് സുഹൃഫിൽ ആത്മ കിട്ടുക. മനസ്സിലായില്ല പറഞ്ഞത്? അപ്പൊ വേണ്ടതെന്താ? ശൈത്താനിനെ ഒഴിവാക്കണം. കരീനായ ശൈത്താനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം?
ഖുർആൻ എടുക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം ഉണ്ടോ എങ്കിൽ ശൈത്താൻ കരീന അവസ്ഥയിൽ അകന്നു പോകും. അപ്പൊ വലല്ലാലിന്റെ അർത്ഥം എന്തായി? ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ശൈത്താൻ കരീനായി വഴിതെറ്റിപ്പോകുന്നവരിൽ നിന്ന് എന്നെ കാക്കണമേ വലല്ലാലി. കണ്ടാ, വലല്ലാലിന്റെ അർത്ഥം അങ്ങനെ. ഒരാൾ ദലാലത്തിലേക്ക് പോവുകയാണ്, ആ ദലാലത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഖുർആനിൽ നിന്ന് അകന്നതാണ്. ഖുർആനിൽ നിന്ന് അകന്നപ്പോൾ ശൈത്താൻ കരീനായി അവരെവിടെ എത്തി? നരകത്തിലെത്തി. അപ്പൊ വലല്ലാലിന്റെ വിശദീകരണമാണ്. ശരി, ഇനി 62ാമത്തെ സൂറത്ത്. ഏതാണ്? ഈ പറഞ്ഞ ആശയം 62 രണ്ടാമത്തെ ആയത്ത്, സൂറത്തുൽ ജുമുഅയിലെ 2ാമത്തെ ആയത്ത്. ഒന്നുമില്ല, ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യല്ലേ, ഖുർആനിൽ നിന്ന് അകന്നതും ഇതൊക്കെ ഖുർആനിലേക്ക് അന്ധത നടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, എന്താണ് അത് എന്ന് അവ വിശദീകരിക്കുകയാണ്. വേറൊന്നുമല്ല. ഹുവല്ലദീ, വായിച്ചോളൂ, ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, നിരക്ഷരനായ ഒരു ദൂതനെ നിരക്ഷരരായ സമൂഹത്തിലേക്ക് റസൂലായി നിയോഗിച്ചത് ആരാണ്? അള്ളാഹുവാണ്. മനസ്സിലായ പറഞ്ഞത്? ഇനി ബാക്കി വായിക്കും. എന്താണ് റസൂൽ ചെയ്യുന്നത്? എന്തിനാ റസൂൽ? യത്ലു അലൈഹിം, അവർക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി. എന്ത്? ആയാതിഹി, അവന്റെ വചനങ്ങളെ. വയുസക്കീഹിം, എന്നിട്ട് അവർ തസ്ദിയത്ത് നടത്തണം, സംസ്കരിക്കണം, ശുദ്ധരാക്കണം. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിക്കുന്നു. പിന്നെ വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അൽ കിതാബ്, ഏതാ കിതാബ്? ഖുർആൻ. ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന, വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ. ബാക്കി വൽ ഹിക്മ, ഖുർആൻ മാത്രം പോരാ, ഹിക്മത്തും വേണം. അതിന്റെ പ്രായോഗിക വശം, ഖുർആൻ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. ബാക്കി ഇത് കിട്ടുന്നതിന് മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു അവർ. ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികളിലാണ്. അപ്പോൾ ഒരാൾക്ക് ഖുർആനും സുന്നത്തും ഒരാൾ പഠിക്കുന്നില്ല എങ്കിൽ അവൻ ഏതിൽപ്പെടും? ലാലിൽപ്പെടും. കണ്ട, വളരെ വ്യക്തമാണ്. ഇതിന് മുമ്പ് വ്യക്തമായ വലാലിലാണ്, അവൻ ലാലിലാണ്, ലാല്യങ്ങളിൽപ്പെട്ടവനാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വലല്ലാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഖുർആനും അതിന്റെ പ്രായോഗിക വശമായ ഹിക്മത്തും പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? യുസക്കീഹിം, അവർക്ക് സംസ്കരണം ഉണ്ടാവുള്ളൂ, അവരെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ഖുർആനാണ് അവരെ ശുദ്ധീകരിച്ചത്. ഇല്ലെങ്കിൽ എങ്ങനെ മരിച്ചു പോകാം? ലാലിലായിട്ട് മരിച്ചു പോകും. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഖുർആൻ ഇറങ്ങിയ സമൂഹത്തെ നോക്കി നിങ്ങൾ, അല്ലേ? അവരെങ്ങനെ മരിച്ചു പോയത്? ലാലിലായിട്ടാണ് മരിച്ചു പോയത്. ഈ ഖുർആൻ കിട്ടിയപ്പം അവരാരായി? ലാലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവർ വന്നു, അത് കിട്ടി. അപ്പൊ ആദ്യത്തെ ആളുകൾ എന്തൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർ മാറുള്ളൂ. അത് റസൂൽ പറഞ്ഞു. ആദ്യത്തെ ആൾക്കാർ മാറിയത് എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറുള്ളൂ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ അതെന്നെ വേണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, വലല്ലാലീൻ, കുറച്ചാണ് ഈ വഴികളിൽ ഞങ്ങളെ. ഇനി അടുത്ത ആയത്ത് പരിശോധിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞ കാര്യം. ഈ യുസക്കീഹിം, ഈ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, എങ്ങനെയാണ് സംസ്കരിച്ചത്? ഇതില്ലെങ്കിൽ എങ്ങനെയാണ് സംസ്കരിക്കപ്പെടാതിരിക്കുക? അതാണ് ഇനി നിങ്ങൾ 71ാമത്തെ സൂറത്ത് 7:1.
സൂറത്തുൽ ജിന്ന് അല്ല, സൂറത്തുൽ നൂഹ്. അതിലെ 24-ാമത്തെ ആയത്ത് വായിച്ചത്. 24-ാമത്തെ ആയത്ത് ഇതാരാണ്? ആരുടെ വാക്കാണെന്ന് അറിയോ? ഇങ്ങനെ മേലെ വായിച്ചാൽ കിട്ടും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് അവിടെ പറയുന്നത്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. അതായത് എത്ര ഉപദേശിച്ചിട്ടും അവർ നന്നാകാതിരുന്നപ്പോൾ അവസാനം അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറയുന്ന വാക്കാണ് അത്. വഖദ് അദല്ലൂ കസീറ, അവർ വളരെയധികം ആളുകളെ വഴിതെറ്റിച്ചു. വലാ തസിദി ളാലിമീന ഇല്ലാ ളലാൽ, ആ അക്രമകാരികൾക്ക് വഴികേടല്ലാതെ മറ്റൊന്നും നീ വർദ്ധിപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ ഉണ്ടായത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് അവസാനം അവരുടെ എല്ലാ നിരക്കുമുള്ള പീഡനങ്ങളൊക്കെ സഹിച്ച് ആളുകളെ പരമാവധി രക്ഷപ്പെടുത്തി ഇങ്ങനെ ദലാലത്തിൻ്റെ വഴിയിൽ നിന്ന് ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ കുളത്തിലെ പായൽ നിൽക്കണ മാതിരിയാണ്. വീണ്ടും അപ്പുറത്തൊരു ശക്തി കൊണ്ടുവരികയാണ്. ഇത് ഇന്ന് നമുക്ക് ഈ ഒരു അവസ്ഥ ഇന്ന് ലോകത്ത് കാണാൻ കഴിയും. നമ്മൾ എത്ര നന്മയുടെ വഴികളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാലും ആ നന്മയുടെ വഴികളിൽ നിന്നൊക്കെ നമ്മളെ തെറ്റിക്കും. ഇപ്പോൾ ഖുർആനിൽ ഇന്നൽ മുജ്രിമീന ഫി ദിലാലിൻ വസുഉർ അല്ലേ? ഏതാ സൂറത്ത്? ഓർമ്മ ഉണ്ടാവും. ഖുർആനിലെ ആയത്താണ്. മുജ്രിമീങ്ങൾ ദലാലിലാണെന്നാണ്. മുജ്രിമീങ്ങൾ എന്ന് പറഞ്ഞ കുറ്റവാളികൾ ദലാലിലാണ്, വഴികേടിലാണ്. എന്തുകൊണ്ടാണ് ആ വഴികേടിലാകാനുള്ള കാരണം എന്നറിയോ? നേരത്തെ പറഞ്ഞ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, ഇതില്ലാതെ പോയതാണ്. അതേ സമയത്ത് ഈ തെറ്റുകളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ശുദ്ധമായൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യം ഖുർആനിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. കാരണം ചരിത്രം നമുക്ക് മുന്നിലുള്ളതാണ്. എവിടെ നോക്കിയാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ദുഷിച്ച ആളുകൾ ജീവിച്ച കാലഘട്ടം ഏതായിരുന്നു? അല്ലെ? അക്കാരാണ് അല്ലെ ഏറ്റവും ദുഷിച്ച മനുഷ്യന്മാർ ജീവിച്ചത്. ഇനി നിങ്ങൾ നോക്കി ചരിത്രത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ജീവിച്ച കാലം ഏതാണ്? അതും അതേ കാലമാണ്. ഖൈറുൻ നാസി ഖർനി അല്ലെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല തലമുറ. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഖുർആനാണ്. അപ്പൊ അവരെ മാറ്റിയ സാധനം ഏതാ? ഖുർആനാണ്. എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം ഉണ്ടായിരുന്നൊരു കാലം. ഇനി ഓരോരുത്തരെ ഓരോ തിന്മകളാ സ്വാധീനിക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അയാൾക്കുണ്ടാവും. കുറേ ഗുണങ്ങളുണ്ട്, പക്ഷെ എന്തോ ഒരു ദുർബലത ഉണ്ട്. അതിമല ശൈത്താൻ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ ഒരു സ്വഹാബി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഉമ്മ വന്നപ്പോൾ കാണാൻ സമ്മതിച്ചില്ല, സംസാരിക്കാൻ സമ്മതിച്ചില്ല. എന്തായിരുന്നു കാരണം? സംസാരിക്കാൻ സമ്മതിച്ചില്ല, കാണാൻ സമ്മതിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, ഇബാദത്തിലായിരുന്നു അദ്ദേഹം. എന്താണ്? ഇബാദത്തിലായിരുന്നു അദ്ദേഹം. ഫുൾ ടൈം ഇബാദത്ത്. അദ്ദേഹത്തിൻ്റെ പേര് ജുറൈജ് എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ഫുൾ ടൈം ഇബാദത്തിലാണ്. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഉമ്മ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. സങ്കടം കൊണ്ട് സഹിക്കാൻ കഴിയാതെ, സങ്കടം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഉമ്മ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ശരിക്കണ്ട് ഏറ്റു. കാരണം ഉമ്മാരെ പ്രാർത്ഥന എങ്ങനെയാണ്? ഉമ്മാരെ സങ്കടപ്പെടുത്തിയാൽ, ഉമ്മമാരെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് ദുനിയാവുന്നതിനാണ് ശിക്ഷ, പരലോകത്തേക്കല്ല, ഇവിടുന്ന് തന്നെ. കാരണം ഉമ്മമാരെ കാരണം അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങളോട് അക്രമം കാണിച്ചാൽ ഭയങ്കര ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ടാലും പൂതി തീരാത്ത 3 കാര്യങ്ങളാണ് ലോകത്തുള്ളത്, അല്ലേ? ഒന്ന് കഅബ, അല്ലേ? കഅബ നമുക്ക് എത്ര കണ്ടാലും പൂതി തീരില്ല. പിന്നെയും പോകാനാ തോന്നാം. പോയ ആൾക്കാർക്കൊക്കെ പിന്നെയും പോകാനാ തോന്നാറ്. കഅബ കണ്ടാൽ പൂതി തീരില്ല. 2 ഖുർആനാണ്. ഈമാനുള്ള മനുഷ്യന് ഖുർആനിലേക്ക് നോക്കിയാൽ പൂതി തീരില്ല. ഖുർആൻ എങ്ങനെ വായിച്ചാൽ എങ്ങനെ വായിക്കാൻ തോന്നും, അതിന് ബാക്കി എങ്ങനെ വായിക്കാൻ തോന്നും, അങ്ങനെ തീർക്കാൻ അത് ഒരു പൂതി തീരില്ല. ഇന്ന് വായിച്ചാൽ നമ്മൾ നാളെയും വായിക്കും, നാളെ വായിച്ചാൽ മറ്റന്നാൾ വായിക്കും. വായിച്ചാൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ പരമാവധി എത്ര വട്ടം വായിക്കും ഒരു പുസ്തകം, അല്ലേ? ഇപ്പം എത്ര വലിയ സാഹിത്യമാണെങ്കിലും നമ്മൾ, അല്ലേ? അതേ സമയത്ത് ഖുർആൻ ആലോചിച്ച് നോക്കി, ഖുർആൻ വായിച്ചതിനെ പിന്നെയും വായിക്കണം, ഇത്രയും മടുക്കൂല. എത്ര കണ്ടാലും നോക്കിയാലും മടുപ്പ് വരാത്ത 3 കാര്യങ്ങളിൽ 3ാമത്തെ കാര്യം ഉമ്മാൻ്റെ മുഖമാണ്, അല്ലേ? കണ്ടാൽ പൂതിയിലോ? പൂതി തീരില്ല. എത്ര കണ്ടാലും പൂതി തീരില്ല. എത്ര കണ്ടാലും നമുക്ക് പൂതി തീരാത്തതാണ് ഉമ്മയുടെ മുഖം, അല്ലേ? നമ്മളൊക്കെ ഉമ്മാർ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും? നമ്മുടെ കച്ചവടം പൊളിഞ്ഞതോ, ബിസിനസ് പൊളിഞ്ഞതോ, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ അമ്മ പോയതാണ്, അല്ലേ? ഉമ്മ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ഉമ്മയാണ്. അങ്ങനെയാണ്. ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ, എത്ര നോക്കിയിരുന്നാലും ഇനി നമുക്കുള്ളത് മുഴുവൻ ഉമ്മാൻ്റെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചാലും അധികമാവില്ല. നമുക്കിന്ന് എന്തൊക്കെ ഉള്ളത് മുഴുവൻ ഉമ്മാൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും നമുക്ക് എന്താവില്ല, അത് അധികമാവില്ല. നബിൻ്റെ കാട്ടിൽ കണ്ട് സഹാബിയുടെ കാലത്തൊക്കെ, മഹത്താബിൻ്റെ കാലത്താണ് എൻ്റെ ഓർമ്മ. ഒരു സഹാബി പിന്നെ ഒരു ഉമ്മ, വയസ്സായ ഉമ്മാനെ, വയസ്സായിട്ട് ഇങ്ങനെ വളഞ്ഞു പോയി ഉമ്മ. ആ ഉമ്മാനെയും കൊണ്ട് മക്കയിൽ വന്നതാണ്. അങ്ങനെ ഒരു കൊട്ടയിൽ ചുമന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യണം. കൊട്ടയിൽ ചുമന്ന് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഉമ്മാനെ കൊട്ടയിൽ ചുമന്നിട്ടാണ് തവാഫ്. ഉമ്മാനെ കൊണ്ടുവന്ന് ഉമ്മാനെ എടുത്തിട്ട് തവാഫ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ ഉമ്മ നിനക്ക് വേണ്ടി വിട്ട ഒരു ശ്വാസത്തിന് പോലും പകരാവില്ല. ഉമ്മ നിനക്ക് വേണ്ടി വിട്ട ഒരു ശ്വാസത്തിന് പോലും പകരാവില്ല. കാരണം ഉമ്മാൻ ആ ഉമ്മനെ സങ്കടപ്പെടുത്തിയാൽ, ഉമ്മൻ്റെ കണ്ണ് നിറയുന്ന എന്തെങ്കിലും വാക്കോ പെരുമാറ്റമോ നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മൾ എത്ര വലിയ ആബിദായിട്ട് കരുതുക, എത്ര വലിയ പണ്ഡിതനായിട്ട് കരുതുക. എന്താ ജുറൈജ് ചരിത്രം? ജുറൈജ് ഈ ഇബാദത്ത് ചെയ്യണം. കാരണം അള്ളാഹ് ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഒന്ന് കാണണം എന്ന് പറഞ്ഞ്, മോനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ശൈത്താൻ അവിടെ പിടിച്ചു. അതാ ഞാൻ പറഞ്ഞു തന്നത്. എവിടെയാണോ ദുർബലത അവിടെ. കാരണം ഇബാദത്ത് ചെയ്യുന്ന ആ ഇബാദത്തിനോടുള്ള അമിതമായ താല്പര്യത്തിൽ ആരെ പിടിച്ചു? ശൈത്താൻ പിടിച്ചു. കണ്ട, എത്ര ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആ ഇബാദത്തെ ഉമ്മാനും പാപ്പാനും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഇബാദത്ത് ഉണ്ടോ? ഇല്ല. ഇബാദത്ത് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ അനുസരിക്കണ്ട. ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട? അനുസരിക്കണ്ട. അതേ സമയത്ത് ഇബാദത്ത് ധാരാളമായി ചെയ്യാൻ, ഇപ്പം നമ്മൾ പിന്നെ ഒരു നല്ല കാര്യം, ഒരു സുന്നത്തായൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഉമ്മാനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ആപ്പാരൊന്ന് കൊണ്ടുപോകണം, അത് നോക്കണം. നബിൻ്റെ കാലത്ത് യുദ്ധം നിർബന്ധമല്ലേ, അല്ലേ? യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയുള്ള വിഷയം വന്നപ്പം ആർക്ക് അളവ് കൊടുത്തത്? വാപ്പി ഒന്നും വയസ്സായിരുന്നത്. അവിടെ നിന്റെ ജിഹാദ് അവിടെയാണെന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പം എവിടെയാണോ നമുക്ക് ദുർബലത അവിടെയാണ് ശൈത്താൻ പിടിക്കുക. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് നിസ്കാരങ്ങൾ, നോമ്പുണ്ടൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും, നമ്മൾ നല്ലോണം ദിക്റുകൾ ദുആകളൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അറിയാതെ പറഞ്ഞു പോകും. അതൊക്കെ ആ ഒരു പറച്ചിന്മലായിരിക്കും ശൈത്താൻ പിടിക്കുക. കാരണം ഇതുവരെ പറഞ്ഞ ദിക്ർ മുഴുവൻ എങ്ങനെ പോകും. ഇപ്പോൾ വലല്ലാഹീൻ എന്ന് പറയുന്ന വാക്കിന് വിശാലമായ അർത്ഥതലങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വഴികേടിലായി ജീവിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഷഫാ ഹുഫറത്തിൻ മിനൻ നാർ, നരകക്കുണ്ടിൻ്റെ വക്കിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവരെ ഖുർആൻ കൊണ്ട് കെട്ട് അവരുടെ പിരടിയെ പിടിച്ച് നിങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അതാണ് ഈ ചെയ്യുന്നത്. ഈ ഖുർആൻ ക്ലാസ് എന്താണ്?
ഖുർആൻ പഠിപ്പിക്കുന്ന ഈ പ്രവർത്തനം എന്താണ്? ഷഫാ ഹുഫറത്തിൻ മിനന്നാർ. ഇങ്ങനെ കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ, ആളുകൾ ഇങ്ങനെ ഈ രൂപത്തിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ അവർ നരകത്തിലേക്കാണ് പോകാൻ പോണത്. നരകത്തിൻ്റെ വിറകാണ്, നരകത്തിൻ്റെ വക്കിലാണ്. അവരെ പിടിച്ച് രക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഖുർആൻ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും പേരെടുക്കാനോ പ്രശസ്തി ഉണ്ടാകാനോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന പെരുമ നടിക്കാനോ അല്ല. അതിനൊന്നും വേണ്ടി ആവാൻ പാടില്ല. മറിച്ച് ഒരാൾക്കെങ്കിലും ഖുർആനിൻ്റെ ഒരായത്ത് ഹൃദയത്തിൽ തട്ടിയാൽ, അല്ലെ, സ്വഹാബയുടെ ജീവിതത്തിൽ അങ്ങനെയാണ് കാണുന്നത്. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വൈകാനമിൻ ഖബ്രി ലഫീ ദലാലിൻ മുബീൻ എന്ന് പറഞ്ഞ ആൾക്കാരുടെ അവസ്ഥയാണത്. ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ എന്തൊരു കുറ്റം ചെയ്തിട്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന ആയത്തിറങ്ങിയപ്പം കരഞ്ഞിട്ടാണ് നബിയുടെ അടുക്കിലേക്ക് അവർ ഓടി വരുന്നത്. എന്താ കാരണം? വൈദൽ മൗഊദതു സുഇലത് എന്ന ആയത്ത് തട്ടുന്നത് അവർ നെഞ്ചിൻ്റെ അകത്ത തട്ടുന്നത്. കാരണം അവർ ചെയ്ത ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ജീവനോടുകൂടി കുഴിച്ചുമൂടി ഓരോ വീട്ടിൻ്റെ മുറ്റത്തും ചെറിയ ചെറിയ കബറുകളുണ്ടായിരുന്നു. കബറുകൾ എങ്ങനെ ജീവനോടാണ് കുഴിച്ചുമൂടുന്നത് പെൺകുട്ടികളെ. ആ മനുഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം ആലോചിച്ചു നിങ്ങൾ. ഇതൊരു ഐതിഹ്യമോ കെട്ടുകഥയോ അല്ല. അള്ളാഹ് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. ആ പൊന്നു മക്കൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവരെ നിങ്ങൾ കൊന്നത്? ചോദ്യം ചെയ്യപ്പെടണം. അപ്പം നബിന്റെ മുന്നിലുള്ള ഈ ആയത്ത് ആർക്കാണോ ഇറങ്ങിയത് അവരുടെ നേരിട്ടാണ് ഖുർആനിൽ ഇറങ്ങണം അവർക്ക്. കാരണം അവരെ ഹൃദയം ബേജാറുകൾ. കാരണം അവരിൽ പലരും ഇത് ചെയ്ത ആൾക്കാരാണ്. അവരിൽ പലരും ഇത് ചെയ്ത ആൾക്കാർ. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ രംഗങ്ങൾ ഇങ്ങനെ എടുത്തു പറയാണ്. ഒരു കുഴി കുഴിച്ചു ഞാൻ എൻ്റെ മകളെ ആ കുഴിയുടെ വക്കിലിരുത്തി. എന്നിട്ട് വലിയ കുഴി കുഴിച്ചിട്ട് ഞാൻ ആ കുഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ അയാൾ എൻ്റെ താടി രോമത്തിന് മണ്ണുണ്ടായിരുന്നു. ഈ മോക്കറിയില്ല എന്തിനാ ഇരുത്തിയത്. മോളവിടെ ഇരുന്ന് കളിക്കുകയാണ്. എന്നിട്ട് താടി ഇല്ല മണ്ണ് തട്ടി മാറ്റിയെന്നാ പറഞ്ഞ മോള്. ആ പൊന്നോമന മകളെ എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി. അപ്പാന്ന് വിളിച്ച് ശ്വാസം മുട്ടിയിട്ട് എൻ്റെ മോള് മരിച്ചു. ആ കുഴിയിൽ കിടന്ന് മരിച്ചു. മണ്ണിട്ടിട്ട് ഞാൻ പോന്നു, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ നമ്മൾ നോക്കി. അതുവരെ ഈ കുട്ടിയെ കൊന്നവന്റെ ഈ ശ്വാസം മുട്ടി മരിച്ച ഈ മക്കളെ ഈ കൊന്ന ഈ രംഗം അവരുടെ ഹൃദയത്തിലില്ല. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ചിന്തിക്കണത്. കലച്ചു ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ചിന്തിക്കണത് അത് ചെയ്ത പ്രവൃത്തി. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ആയത്തുകൾ നമ്മളെ സ്വാധീനിക്കും. ആ ആയത്തുകൾ നമ്മളെ ചിന്തിപ്പിക്കും. നമുക്കൊരു ഉത്തരം വരും. പഠിച്ചോളെ ഞാൻ ചെയ്തല്ലോ, ഞാൻ പ്രവർത്തിച്ചല്ലോ, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ വലല്ലാലീൻ എന്നത് ഒരു വെറുതെ നമ്മൾ ഒരു ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് തള്ളേണ്ട സംഗതിയല്ല. നമ്മളൊക്കെ ചിന്തിക്കേണ്ട സംഗതിയാണ് ഈ ആയത്ത്. ഇന്നിപ്പോൾ ഞാൻ 3 ആയത്താണ് ഇതിൽ വിശദീകരണമായിട്ട് പറഞ്ഞത്. 3 ആയത്താണ് പറഞ്ഞത്. ഈ 3 ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ 3 ആയത്താണ് ഇന്ന് നമ്മളെ കണ്ടന്റ് നമ്മൾ പഠിക്കേണ്ട ആയത്ത്. വ്യക്തമായ വഴികേടിലൂടെ നമ്മൾ ജീവിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് നിന്നിട്ട് വലല്ലാലി എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതരുത്. അപ്പം ഖുർആൻ പഠിക്കുന്ന ഒരാൾ അയാൾക്ക് മാത്രമേ വലല്ലാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയാൻ അർഹതയുള്ളൂ. അതാണ് ഈ ഖുർആനാകുന്ന പരമകാരുണികന്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും അതെന്ന് നടിച്ചാൽ അവന് നാം ഒരു കരീനിനെ ഏർപ്പാടാക്കി കൊടുക്കും. ആ കരീൻ ആരായിരിക്കും? ശൈത്താനായിരിക്കും. അങ്ങനെ നമ്മൾ അറിയാതെ നരകത്തിലേക്ക് എത്തിപ്പോകും. അവിടെ വെച്ച് കരീനെ ഞാൻ വഴി തെറ്റിച്ചിട്ടില്ല, അവൻ സ്വയം വഴി തെറ്റിയതാണ് എന്ന് മറുപടി പറയുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വലല്ലാലീൻ എന്ന ഈ ആയത്തിനെ ഇൻഷാ അല്ലാഹ് ഇനിയും ഏതാനും ചില ആയത്തുകൾ കൂടി നമുക്കിതിൻ്റെ വിശദീകരണമായിട്ട് വരേണ്ടതുണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നരകശിക്ഷയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനത്തിലാണ്. ഭൂമിയിലെ ദിനങ്ങളിൽ ഏറ്റവും മഹത്തായ ദിനമാണ്. ഇന്നത്തെ ഈ
ഇന്ന് നമ്മൾ ഖുർആൻ പഠിച്ചതിൻ്റെ കൂലി അടുത്ത ക്ലാസ്സിന് കിട്ടൂല. കഴിഞ്ഞ ക്ലാസ്സിന് ഈ കൂലിയില്ല. കാരണം ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകം ഈ കേട്ട കാര്യം, ഈ പഠിച്ച കാര്യം നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ കിട്ടി പറയാം. ഇന്നത്തെ ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അത് അഅ്ളമു അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ്. വലയാലിൻ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് അള്ളാഹു സത്യം ചെയ്തതാണ്. അതിന് മുമ്പെന്താ വൽ ഫജ്ർ, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. എന്താണ് അതിൻ്റെയൊക്കെ തഫ്സീർ എന്ന് അറിയുന്നത്? അതിൻ്റെ തഫ്സീർ അറിയണമെങ്കിൽ ശേഷം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം തന്നെയാണ് സത്യം. എന്താ പ്രഭാതം എന്ന് പറയുന്ന സംഗതി എന്തിൻ്റെ പ്രതീകമാണ്? ഒരുപാട് പുതിയ പ്രതീക്ഷകൾ, അല്ലേ? പുതിയ ആഗ്രഹങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, അതൊക്കെയാണ് ഓരോ പ്രഭാതം. ആ പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ എന്ന് പറഞ്ഞാൽ രാത്രി അത് മുന്നോട്ട് ഗമിക്കുമ്പോൾ ആ രാത്രിയെ തന്നെയാണ് സത്യം. എന്താണ് തഫ്സീർ അറിയുന്നത്? ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ച് ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാനുണ്ട്. ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ ജീവിതം, അറ്റമില്ലാത്ത ജീവിതം, അവസാനിക്കാത്ത ജീവിതം, എന്നെന്നുമുള്ള ജീവിതം. ആ ജീവിതം ഇൻഷാ അല്ലാഹ് മനുഷ്യനല്ല ഒരുക്കി വെച്ചത്. അതാണ് മനസ്സിലെ ദുനിയാവല്ല, അങ്ങനെ ധരിക്കരുതാരും. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന, ഇവിടം കൊണ്ടെല്ലാം തീരുന്ന ലോകത്തേക്കല്ല. ഇവിടം കൊണ്ടെല്ലാം നമ്മൾ അനന്തരാവകാശികൾക്ക് കൊടുത്ത് നമ്മൾ പോകും. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, നമുക്ക് സ്വന്തമായി ഉണ്ടാകാൻ പോകുന്ന ഒരു ജീവിതമുണ്ട്. അവിടേക്കാണ്, അതാണ് വൽ ഫജ്ർ. അപ്പം വലയാലിൻ അശ്ർ ശശ. അപ്പം അവിടേക്ക് സമ്പാദിക്കാൻ അള്ള തന്നിട്ടുള്ള അവസരമാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10. കാരണം ഇത്രയും ഈ ദിനങ്ങളിലെ അമലുകളോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമല് വേറെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തസ്ബീഹ വത്തഹ്ലീല വത്തക്ബീർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക, റവാത്തിബ് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, നസൂഹായ തൗബ ചെയ്യുക. ഇതിനൊക്കെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഹജ്ജും സക്കാത്തും നോമ്പും എല്ലാം ഒരുമിച്ച്, എല്ലാ ഉമ്മഹാത്ത് ഇബാദത്തും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വദക്കുറുല്ലാഹ ഫി അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളാണ്, ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 ദിനങ്ങളാണ്. ഇതിൻ്റെ പൂർണ്ണമായ ശ്രേഷ്ഠതയും പദവിയും പ്രതിഫലം നമുക്ക് കിട്ടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായി പോയിട്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജോലിയിലും നമ്മുടെ പഠനത്തിലും എല്ലാം അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ യഥാർത്ഥമായ ഹിദായത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. വഴികളിലും തെറ്റുകളിലും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഏറെ സന്തോഷത്തോടെ താല്പര്യത്തോടെ മരണം വരെ അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക